37 കൊല്ലമായിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ വലിയൊരു ജീവിത കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. ഈ കാലഘട്ടത്തിനിടക്ക് നമ്മൾ മനസ്സിലാക്കിയതും മറ്റുള്ളവർ മനസ്സിലാക്കിയതും എല്ലാം തന്നെ സമൂഹത്തിൻ്റെ നന്മക്കാണ് പ്രയോജനപ്പെടുന്നത്. ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാൻ എന്നൊരു ഭാവമുണ്ട്. അവനവനെ പറ്റി ആരും സ്വതവേ ചിന്തിക്കാറില്ല, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കും. നമ്മൾ കൂട്ടമായി ഇരുന്നാൽ മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെപ്പറ്റി എത്രയും ധാരാളമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവനവനെ പറ്റി ആരും സംസാരിക്കാറില്ല, അവനവനെ പറ്റി ആരും ചിന്തിക്കാറില്ല. ഞാൻ എവിടെയാണുള്ളത്? തലയിലാണോ, കയ്യിലാണോ, കാലിലാണോ, എൻ്റെ അവസ്ഥ എന്താണ്? ഇതൊന്നും ആരുടെയും ചിന്താവിഷയമല്ല. എനിക്ക് പറയാനുള്ളത് അവനവനെ പറ്റി ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവനവൻ ഞാൻ എന്നുള്ളത് തലയിലാണുള്ളതെങ്കിൽ, നമ്മുടെ മനസ്സ് ആത്മാവ് ശിരസിലാണുള്ളതെങ്കിൽ എന്നെ കാണാൻ ഒരു ഡോക്ടർക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല, ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. കാരണം അതൊരു ശക്തിയാണ്. ശക്തിയെ ആർക്കും കാണാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയും. ഇപ്പോൾ വിദ്യുത് ശക്തിയെ നമ്മൾ കാണുന്നില്ലല്ലോ, അത് ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കും. അതേപോലെ കൊടുങ്കാറ്റടിച്ചാൽ മരങ്ങൾ കടപുഴകി വീഴും, എടുപ്പുകൾ തളരും. അത്രയും ശക്തിയുള്ളതാണ് കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിനെ നമ്മൾ കാണുന്നില്ല. നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ കാറ്റ് വേണം. സദാസമയവും നമ്മൾ കാറ്റിനെ ശ്വാസത്തിലൂടെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും നാം അതിനെ കാണുന്നില്ല. അപ്പം നമ്മൾ കാണാത്ത പലതും ഈ ലോകത്തുണ്ട്, അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഈ നമ്മുടെ മനസ്സെന്താണ്, അതെവിടെയാണ് പ്രവർത്തിക്കുന്നത്, ഉറങ്ങുമ്പോൾ ആ മനസ്സെവിടെ പോയി, ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനസ്സെവിടെ എത്തുന്നു, ഇതൊന്നും നമ്മളുടെ ചിന്താ വിഷയമല്ല. പക്ഷെ അവനവനെ പറ്റി ആദ്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നുള്ള ബോധം എല്ലാ ജീവികൾക്കെല്ലാം ഞാൻ എന്നുള്ള ബോധം മനസ്സിലുണ്ടാകും. ആ എന്നെ പറ്റി ആലോചിക്കുക. മറ്റുള്ളവരുടെ സങ്കടം പോലെ, എൻ്റെ സങ്കടം പോലെ എല്ലാവരുടെയും ഉള്ളിലുള്ള സുഖദുഃഖങ്ങളും അത് മനസ്സാണ് അതിനെല്ലാം നേരിടുന്നത്. അപ്പം മനസ്സ് നന്നായാലേ മനുഷ്യൻ നന്നാവൂ. മനസ്സിൽ ദുശ്ശേരികളെ പറ്റിയുള്ള ചിന്തയാണെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതേപോലെ പ്രകൃതിയിലെ എല്ലാ ജീവികളെയും കണ്ടുകൊണ്ട്, എല്ലാ ജീവികൾക്കും ജീവനുണ്ട്, എല്ലാ ജീവികൾക്കും മനസ്സുമുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മൃഗങ്ങളായാലും മനുഷ്യരായാലും ജീവനുള്ള ജീവികളെല്ലാം പ്രപഞ്ചത്തിൽ ഒന്നാണ്, ഒരു ജീവശക്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ക്രൂര സ്വഭാവങ്ങളൊന്നും മനുഷ്യൻ ചെയ്യില്ല. ഇന്നത്തെ മനുഷ്യനെ പറ്റി ആലോചിച്ചാൽ മൃഗങ്ങളാൾക്കാൾ വളരെ കഷ്ടമാണ്. പത്രത്തിലൊക്കെ വാർത്ത കാണും, അച്ഛൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലിക്കുന്നു, ഭർത്താവ് ഭാര്യയെ തീയിട്ട് കൊല്ലുന്നു. ഇതൊക്കെ മനുഷ്യരുടെ അടിയിൽ നടക്കുന്ന നികൃഷ്ട പ്രവർത്തനങ്ങളാണ്. മൃഗങ്ങളൊക്കെ ആലോചിച്ചാൽ മൃഗങ്ങളൊക്കെ നമ്മളെക്കാൾ എത്രയോ ഭേദമാണ്. മനുഷ്യൻ കാണുന്ന ഈ കാട്ടിക്കൂട്ടലുകളൊന്നും, അഹങ്കാരങ്ങൾ, ഇതൊന്നും മൃഗങ്ങൾക്കൊന്നുമില്ല. ബുദ്ധിമാനായ സംസ്കാര സമ്പന്നനായ മനുഷ്യനാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം മനുഷ്യൻ എന്തുകൊണ്ട് ഈ നിലയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. അവനവനെ പറ്റി അറിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരും. അപ്പം അവനവനെ പറ്റി ചിന്തിക്കുക, അവനവൻ്റെ മനസ്സിനെ പറ്റി ചിന്തിക്കുക, അവനവൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ജീവികൾക്കും ആത്മാവുണ്ട്. അപ്പോൾ മനുഷ്യനുമായിട്ട് പ്രത്യേകതയൊന്നും കൂടിയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമഭാവന നമ്മൾ സ്വയം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മതിയാക്കും.